വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം 2024 ഡിസംബർ 3 പ്രവർത്തനക്ഷമമാവുകയും വാണിജ്യ പ്രവർത്തനങ്ങൾ വിജയകരമായി പുരോഗമിക്കുകയുമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളുടെ ഫലമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനം 2028 യാഥാർത്ഥ്യമാക്കാനാണ് തീരുമാനം. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് നടക്കും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എം.പിമാർ, മന്ത്രിമാർ, എം.എൽ.എമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും. 2, 3, 4 ഘട്ടം ഒരുമിച്ച് പൂർത്തീകരിക്കാനാണ് നിലവിലെ തീരുമാനം. 9,700 കോടി രൂപയുടെ പദ്ധതികളാണ് അടുത്ത ഘട്ടത്തിൽ ഒരുങ്ങുന്നത്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ റോഡ് വഴിയുള്ള കണ്ടെയ്നർ നീക്കവും സാധ്യമാകും. ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് 15 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. ഡിസംബറിൽ മാത്രം 1.23 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തത് റെക്കോർഡ് നേട്ടമായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.